എന്നും ചായ കുടിച്ച് പ്രഭാതം തുടങ്ങുന്ന എത്ര പേർക്ക് പക്ഷേ ഈ ചായയുടെയും തേയിലയുടെയൊക്കെ ചരിത്രം അറിയാം അല്ലേ? നമ്മുടെ ഡൽഹിയിലെ ആ ബ്യൂറോ ടീം ഒന്നാകെ സാർ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ടീം ഒന്നാകെ പോയിരിക്കുകയാണ്. അപ്പൊ ഇത് പ്രോഗ്രാം ചെയ്യാൻ പോയതാണോ, ഈ കെയർ ഓഫ് പറഞ്ഞ് ചായ കുടിക്കാൻ പോയതാണോ ഗൗതം അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും നന്ദഗോപനും കൂടി? ശരി, ഒരു ചായ കുടിക്കാൻ ഇവരെല്ലാം കൂടെ പോയത്. പക്ഷെ അങ്ങനെ വെറുതെ പോയി ചായ കുടിച്ചിട്ട് വരികയല്ല അവർ ചെയ്തത്. കുറച്ച് ചരിത്രവും അതിന്റെ ഭൂമിശാസ്ത്രവും ഒക്കെ ചർച്ച ചെയ്ത് ഒരു ഒന്നൊന്നര ചായ കൂടിയാണ്. നമുക്ക് കണ്ടാലോ? നരേന്ദ്രമോദിയും രാഹുലും രാവിലെ തുടങ്ങിയതാണല്ലോ പാർലമെന്റിൽ. നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ പറ്റിയ മുഹൂർത്തം. എന്തേട്ടാ, ഓരോ ചായ കുടിച്ചാലോ? ചായ എനിക്ക് കേട്ടോ. എന്റെ പൊന്ന് ചേട്ടാ, ചായ അല്ലേ, ചാരായം ഒന്നും അല്ലല്ലോ. ചായ ചാരായം തമ്മിഭേദം തൊമ്മനാണ്. ചായ എന്നാകാം. പത്രക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എല്ലാരും ചായ കുടിച്ചേർച്ച നേരത്തെ തുടങ്ങി കേട്ടോ. ചേട്ടാ, ഈ ചായയുടെ തുടക്കം എവിടെന്നാ? എടീ, തേയിലപ്പൊടിയും ചായയൊക്കെ ചൈനക്കാരൻ്റെ ആണെന്നാണ് പറയുന്നത്. ഈ ഏതോ പണ്ടേ ചൈനയിലെ ഏതോ രാജാവ് കാട്ടി വേട്ടയാടാൻ പോയെന്നും പുള്ളി അവിടെ നിന്ന് ദാഹിച്ചപ്പോൾ അവിടെ നിന്ന് കണ്ട് തോട്ടിൽ നിന്ന് കണ്ട് വെള്ളം കോരി വെച്ച് ചൂടാക്കി അതിനകത്തുനിന്ന് കണ്ടൊരു ഇല പറന്നു വീണു. അങ്ങനെ ഇലയുടെ കളറ് മാറി. പുള്ളി ഇതൊന്ന് കുടിച്ചു നോക്കിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഉന്മേഷം. പിന്നെ അങ്ങനെയാണ് ഈ ചൈനയിലേക്ക് ഈ ചായയുടെ ഇതും തേയിലപ്പൊടിയൊക്കെ വരുന്നതെന്നും പിന്നെ അവിടുന്ന് ജപ്പാൻകാർ ഈ ബുദ്ധമതം സന്യാസിമാരിലൂടെ ഇത് ജപ്പാനിലേക്ക് പോയെന്നും ജപ്പാനിൽ നിന്ന് പിന്നെ യൂറോപ്യൻ സഞ്ചാരികൾ ഇതെടുത്തുകൊണ്ട് വന്നെന്നും പിന്നെ അങ്ങനെ ഇത് ബ്രിട്ടീഷുകാരിലേക്ക് കൈമാറിയെന്നും. ഏതായാലും പറഞ്ഞു വന്നത് ഇന്ത്യയിലേക്ക് ഈ സാധനം വന്നത് ഏതായാലും ബ്രിട്ടീഷുകാരാകും. ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഈ ചായ കുടി സംസ്കാരം പഠിപ്പിച്ചത്. അല്ല ചേട്ടാ, ഈ ബ്രിട്ടീഷുകാർക്ക് ഈ ചായയും കൊണ്ട് പണിയും കിട്ടിയിട്ടുണ്ട്. കാരണം ഇവന്മാരുടെ ഒരു പരിപാടി അറിയാമല്ലോ, നാട് നീളം നടന്ന കോളനി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ കോളനി ഉണ്ടാക്കി അമേരിക്കക്കാരെ അടിമകളാക്കി വെച്ചു. അമേരിക്കയിൽ ഈ ചായക്കും തേയിലയ്ക്കും ഒക്കെ വില കൂടിയ സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങി ഒടുക്കത്തെ പ്രതിഷേധം ഇവന്മാർക്കെതിരെ. അങ്ങനെ ഈ കപ്പലയിൽ കൊണ്ടുവരികയായിരുന്ന തേയിലപ്പൊടി എല്ലാം കൂടെ നാട്ടുകാരെടുത്ത് കടലിലോട്ട് എറിഞ്ഞു. അതാണ് ഈ ബൂസ്റ്റ് ആൻഡ് ടീ പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് കേട്ടോ. എമ്മണ്ടം പണിയാണ് കിട്ടിയത്. പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി ചായക്ക് ചരിത്രം മാത്രമല്ല, തേയില നല്ലൊരു ബിസിനസ് കൂടെ. നട്ട് കഴിഞ്ഞാൽ ഒരു 100-150 വർഷം വരെ ആദായം എടുക്കാം. വെട്ടിക്കൊടുത്താൽ കാലങ്ങളോളം നിൽക്കും. ജിഷ്ണു, നീ വെറുതെ കാട് കയറിയിട്ട് കാര്യമില്ല. ഏറ്റവും ടേസ്റ്റ് ഉള്ള ചായ ഏതാണെന്നറിയോ? അത് നമ്മുടെ നാട്ടിലെ മൂന്നാറല്ലയോ? ചൈനയിലെ ചായയാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ചായയുടെ ഈ ഒരു പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ് പിന്നെ നല്ലൊരു ശതമാനം, 23% ചായ തേയില നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കും. പിന്നെ കെനിയ, ശ്രീലങ്ക, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഡാർജിലിംഗ് ചായ, അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാർജിലിംഗ് ചായ, പ്രത്യേകിച്ചും അവരുടെ മസാല ചായ, ഈ മസാല ചായ 2023 നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ പിന്നെ ഏറ്റവും നല്ല ഡ്രിങ്ക്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഡാർജിലിംഗ് ചായ ഇപ്പോൾ അവിടെ പ്രതിസന്ധിയാണ്. ഡാർജിലിംഗ് ചായ എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വില കുറഞ്ഞ തേയില ഇറക്കുമ്പോയിട്ട് അതാണ് ഡാർജിലിംഗ് ചായ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ഡാർജിലിംഗ് ചായ ആവണമെന്നില്ല. ചേട്ടാ, ഉള്ള കാര്യം പറയാം, എനിക്ക് ഇവിടുത്തെ ചായയോട് വലിയ താല്പര്യമില്ല. ചുമ്മാ ഇഞ്ചി മസാല എല്ലാം കൂടിയിട്ട് രസം ഉണ്ടാക്കുന്ന പോലെ ചായ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്ത് പുഴയുടെയൊക്കെ തീരത്ത് ചേട്ടന്മാരെ ചായക്കട ഉണ്ടാക്കി അടിച്ചു തരുന്ന ചായ ഉണ്ടല്ലോ, എനിക്ക് അതിനോട് താല്പര്യം ഇല്ല. നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കണ്ട. കാരണം ഇപ്പോൾ കേരളം വിട്ടു കഴിഞ്ഞാൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലായ ഗുജറാത്ത് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും നല്ല കൊഴുത്ത പാലിയർത്തുള്ള ചായ കിട്ടും. ആ എരുമപ്പാലാണെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ് ചായ. അവരത്ര മസാലയും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. ഗുജറാത്തിലെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് വഡോദരയിൽ ചായക്കച്ചവടം നടത്തിയിരുന്നു. അത് മാത്രമല്ല, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? ചായ് പേ ചർച്ച BJPക്ക് വോട്ട് നേടിക്കൊടുത്ത വലിയൊരു ക്യാമ്പയിനായിരുന്നു. भाई वो सुना है मुनार टेलर टोटम सुपर है, नानू बेरम पक्का। मुनार जा रहे हैं, मैं भी चलता हूँ. असम हिमाचल भी चलेंगे, वहाँ से वहाँ भी टी प्लांटेशन बहुत ज़्यादा है, वो भी देखाएंगे. ഉണ്ണി, അടുത്ത പ്രാവശ്യം നമുക്ക് വെരി കൂട്ടാം. ഓക്കെ.
ഓ ഇൻപുട്ടിന്ന് വിളി വന്നു. അപ്പോൾ ഇന്നത്തെ ചായ ചർച്ച അവസാനിപ്പിക്കാം. എല്ലാവരും കൂട്ടി കയറുമല്ലേ? അമ്പാനെ പിള്ളേരെ പിടിച്ചു. भैया कितना है? 270. പറഞ്ഞാലും തീരില്ല ചായ വിശേഷങ്ങൾ. പക്ഷേ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡൽഹിയിൽ നിന്നാണ് ടീം ജനം. അത് പൊളിച്ചു. അയ്യോ അല്ല ഗൗതം ജിഷ്ണു ഒരു ഒറ്റ കാര്യം, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലെത്തിയിട്ടും നന്ദഗോപൻ ഒരു മാറ്റവുമില്ല. ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ വിളിച്ചാൽ താല്പര്യമില്ല എന്ന് പറയും. നിർബന്ധിക്കണം, പോകും, ഏറ്റവും കൂടുതൽ കഴിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? വീണ ഫ്രെയിം ടു ഫ്രെയിം ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാം അതിനുശേഷം സജീവമായിട്ടുണ്ടായിരുന്നു. അയാള് ബില്ല് പറഞ്ഞല്ലേ 270 കണ്ട് ആ സമയത്ത് നൈസായിട്ട് അവിടുന്ന് മുങ്ങി. അല്ല ടീം ജനം എന്നൊക്കെ പറഞ്ഞു. ഓണേറിലൊരു പണി. അപ്പൊ നന്ദൻ പറയുന്നുണ്ടാവും ഈ കഥ ചെയ്യാൻ ഇറങ്ങി എനിക്ക് ഇങ്ങനെ തന്നെ വേണം.